അല്ല എങ്ങോട്ടാണാവോ? സ്വീകരണം സംഘടിപ്പിക്കാൻ പോവായിരിക്കും. മറ്റവൻ നാളെ ജയിലിൽ നിന്ന് ഇറങ്ങിയല്ലേ. മിണ്ടിപ്പോവരുത്. ചങ്ങാടി നന്നായി കണ്ണാടി വേണ്ടെന്ന് അമിതാഭ് ബച്ചൻ ഒരു ഹിന്ദി സിനിമ പാടിയിട്ടുണ്ട്. അയാൾക്ക് അങ്ങനെ പലതും പാടാം. കാരണം അയാൾക്ക് നിന്നെപ്പോഴും തല്ലിപ്പൊളി ചങ്ങാതി കാണില്ല. എടാ, ചീഞ്ഞ കോഴിക്കേസിന് ഞാൻ 2 മാസം ഗോതമ്പുണ്ടെന്ന് അകത്ത് കിടന്നപ്പോ നീ പുറത്ത് കോഴിക്കാലിന്ന് സൂക്ഷിക്കായിരുന്നല്ലേ? നീ ഒന്ന് ചുവന്ന് തുടുത്തല്ലോ. ചുവന്ന് തുടുത്തല്ല, അവന്മാരെ ഇടിച്ച് പഠിപ്പിച്ചതാ. എങ്ങനെ പഠിപ്പിക്കായിരിക്കും? കോഴി വസന്ത പിടിച്ച കോഴികളെ നീ കോൾഡ് സ്റ്റോറേജ് വഴി നാട്ടുകാരെ കൊണ്ട് തീറ്റിച്ചില്ലേ? നാട്ടുകാരെ മുഴുവൻ സഹായിക്കുന്ന നീ സ്വന്തം കൂട്ടുകാരനെ കൈവിട്ടു അല്ലേ? എടാ, 5000 രൂപ കോടതി പിഴ കെട്ടി വെച്ച ആരാ? നിന്റെ തന്തയാ? നീ കാണിക്കുന്ന പോക്കൃത്തരങ്ങൾക്ക് ഞാൻ പിഴം കെട്ടി വെക്കണം, പിന്നെ നിന്റെ കൂടെ വന്ന് ജയിലിൽ റൂം ഷെയർ ചെയ്യണോ? ഇതും കൂടെ കൂട്ടി 32ാമത്തെ പ്രാവശ്യം നിന്നെ റിസീവ് ചെയ്യാൻ വന്നിരിക്കുന്നത് അറിയോ? ഇനി അത് വേണ്ട. ഓഹോ, എന്നാൽ ഇന്ന് മുതൽ നിന്റെ പോക്കറ്റങ്ങൾക്ക് കൂട്ടി നിൽക്കുന്ന ഏർപ്പാട് ഞാനും നിർത്തി. നീ വണ്ടി കയറ്. വേണ്ട, വണ്ടി കയറ്. ഇതെല്ലാ തവണത്തെയും പോലെയല്ല. എന്റെ ഉള്ളിലുണ്ട് സത്യവും ധർമ്മവും നീതിയും ദാഹിക്കുന്ന ഒരു മനസ്സ്. ഇതുകൊണ്ട് കലങ്ങി എന്റെ നെഞ്ചോട്ട് ഞാൻ സത്യം ചെയ്യുകയാണ്. ഇനി നമ്മൾ തമ്മിൽ ഒരു ബന്ധവുമില്ല. സദാശിവനല്ല, ഇന്നു മുതൽ ഞാൻ സദ്ദാമാണ്. സദ്ദാം ശിവൻ, നീ വെറും ബുഷ്. വെറുതെ ഇവരെവിടെ പോവാൻ? എന്റെ അടുത്ത് തന്നെ വരും. നല്ല റണ്ണിങ് കണ്ടീഷനിൽ ഓടിക്കൊണ്ടിരുന്ന സ്ഥാപനമാണ് ഈ പരുവത്തിലായി. ഉള്ള കോഴികളെല്ലാം അവന്മാരെടുത്തോണ്ട് പോയില്ലേ? പറഞ്ഞ പോലെ ഇതിനകത്ത് കുറെ മുട്ട ഉണ്ടായിരുന്നല്ലോ, അതും കൂടെ അവന്മാർക്ക് എടുത്തോണ്ട് പൊക്കൂടായിരുന്നോ? എല്ലാം ചീഞ്ഞ് കാണും. ശുഭലക്ഷണം. ഇന്നത്തോടെ തരികിട പരിപാടികൾക്ക് വിടാം. പ്രിൻസേ, നോക്കിക്കോ, എന്റെ ഈ കോൾഡ് സ്റ്റോറേജിനെ ഞാനൊരു ഗോൾഡ് സ്റ്റോറേജ് ആക്കും. എക്സർസൈസ് എടുക്കാണെന്നാണ് തോന്നുന്നത്. കാല് വീഴ, കാലെ പിടിക്കാൻ. ബെഞ്ചിന്റെ കാലല്ല, പ്രിൻസിന്റെ കാല്. പിടിച്ചോട്ടോ പ്രിൻസ്, പിടിച്ചോട്ടോ. ഒരു കാര്യം ഒന്ന് പിടിച്ചോട്ടോ. നീ ഇപ്പൊ ആളെ വെച്ചാണ്ടാ കാല് വരുന്നത്? നീ ഇന്നലെ രാജിവെച്ച് പോയതല്ലേ? ഇപ്പൊ എല്ലാം രാജിയായി. ഞാനൊരു നല്ല കാര്യം ചേരാൻ വന്നിരിക്കുന്നു. നടുവിടാൻ പോവാ? ഞാൻ പറഞ്ഞില്ലേ, വളരെ ജോളി നേച്ചറാ. ഏതാ ഈ പുതിയ പാര? സ്വർണ്ണമാണോ, വെള്ളിയാണോ, ഇരുമ്പാണോ, ഞങ്ങളിങ്ങനെ തന്നെ വളരെ ഫ്രീ ആയിട്ട് സംസാരിക്കും. കാര്യം പറ. അതെ പ്രിൻസേ, യവൻ എന്റെ വകയിലൊരു അമ്മാവന്റെ അനന്തരവന്റെ സ്വന്തം മോനാ. പാരമ്പര്യമായിട്ട് ആത്മഹത്യ ചെയ്യുന്ന കുടുംബക്കാരാ. കല്യാണം കഴിക്കാൻ പറ്റാഞ്ഞതിന്റെ പേരിൽ ആത്മഹത്യ ചെയ്ത 2 യുവമിഥുനങ്ങളായിരുന്നു യവന്റെ അച്ഛനും അമ്മയും. അയ്യോ പാവം. നീ കാര്യം പറ. നീ തന്നെ പറ. എന്താ ഇതിന്റെ പേര്? പവിത്രൻ. പവി. അഞ്ചു മാത്രം പവിന്ന് വിളിക്കും. ആരഞ്ചു? ഞാൻ സ്നേഹിക്കുന്ന കുട്ടിയാ. നല്ല കുട്ടിയാണ്. കളിയാക്കൽ എന്റെ ബന്ധു. ശരി, കാര്യം പറ. സംഗതി ഞാൻ പറയാം. യവൻ പറഞ്ഞ ഈ അഞ്ജുവിനെ അവളുടെ ആന്റി ചക്കരവാക്ക് പറഞ്ഞു മയക്കി. മനസ്സിലായില്ലേ? യവനുമായിട്ട് അവള് വഴക്കിട്ട് ഒറ്റയ്ക്ക് കാർ ഓടിച്ച് ഒറ്റയ്ക്ക് മദ്രാസിൽ നിന്നും ബാംഗ്ലൂരേക്ക് പോന്നു. എന്തിനു കാറുള്ള പിന്നെ പ്രേമിക്കാൻ പോയത്? കളിയാക്കല്ലേ ബന്ധുവാ. പറ. അഞ്ജുവിന് അറിഞ്ഞൂടാ ആ കുട്ടിയുടെ ഡാഡിയും മമ്മിയും ആന്റിയും ചേർന്നൊരിക്കൽ കെണിയാണിതെന്ന്. കെണിയാ? അതെ, എനിക്ക് വേറെ ഭാര്യയും കുട്ടിയുണ്ടെന്ന് പറഞ്ഞ് എന്റെ അഞ്ജുവിനെ തെറ്റിദ്ധരിപ്പിച്ചിരിക്കുക അവര്. ബന്ധുവാ. പറ. അഞ്ജുവിന്റെ ഇവിടെയുള്ള ഒരു ആന്റിയാണ് ഇതിനെല്ലാം കാരണക്കാരി. അവർക്ക് അവരുടെ ബന്ധത്തിലുള്ള ഒരു പയ്യനെ കൊണ്ട് അഞ്ജുവിനെ കെട്ടിക്കണം. നീ ചീറ്റണ്ട. പറ. നാളെ രാത്രി അവർ അഞ്ജുവിനെ സിംഗപ്പൂർ കടത്തും. എവിടെ? സിംഗപ്പൂര്. അത് ശരി. അത് അവക്കറിയില്ല. എന്നെ തെറ്റിദ്ധരിച്ചിരിക്കുന്നോണ്ട് ഞാൻ ചെന്ന് വിളിച്ച് അഞ്ജു ഇറങ്ങി വരില്ല. ഞാനിപ്പോ എന്ത് വേണം അത് പറ. പ്രിൻസേട്ടൻ ചെന്ന് അഞ്ജുവിനെ അവളുടെ ആന്റിയുടെ വീട്ടിൽ നിന്ന് ഇറക്കിക്കൊണ്ട് തരണം. മനസ്സിലായില്ലേ? അഞ്ജുവിനെ ഇവന്റെ കസ്റ്റഡിയിലാക്കി കൊടുക്കണം. അത്രേ ഉള്ളൂ. അത്രയുള്ള? അത് ശരി. എനിക്ക് ഈയിടെയായിട്ട് ഈ ഗോതമ്പുണ്ടതിന് വലിയ പ്രയാസമാണ്. കുഴപ്പമില്ല, നമുക്ക് വേറെ എന്തെങ്കിലും ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിട്ട് കിഡ്നാപ്പിംഗിന് പോവാം. അതല്ല, ഇടപെട്ടിരിക്കുന്ന നീ ആയതുകൊണ്ട് മനസ്സിലായില്ലേ? നിന്റെ ഒരു കേസ് ആയതുകൊണ്ട് ഒരു ജയിൽവാസിന്റെ മണം നന്നായിട്ട് അടിക്കുന്നുണ്ട്. ഒരു റിസ്ക് എടുക്കാൻ എനിക്ക് വയ്യ. നീ പോ. അയ്യോ, അങ്ങനെ പറയരുത് പ്രിൻസ്. ഇവൻ ആത്മഹത്യ ചെയ്യാനായിട്ട് വിഷമം വാങ്ങിച്ചോണ്ട് നടക്കുക. ഇതൊരു രഹസ്യം ഞാൻ പറയാം. അതായത് ഇത് നടന്നില്ലെങ്കിൽ ഞങ്ങൾ 2 പേരും ഒരുമിച്ച് ആത്മഹത്യ ചെയ്യും. 2 പേരും കൂടെ? അത് കൊള്ളാം. പ്രിൻസേ, എനിക്ക് സ്നേഹത്തിന്റെ മാത്രമല്ല ഭീഷണിയുടെ സ്വരം അറിയാം. ഇവന് വേണ്ടി നീ അഞ്ജുവിനെ തട്ടിക്കൊണ്ട് വന്നില്ലെങ്കിൽ ഇല്ലെങ്കിലോ ഇല്ലെങ്കിൽ നീ എനിക്ക് വേണ്ടി അത് ചെയ്യണം. ഇല്ലെങ്കിൽ നാട്ടിൽ എന്റെ ഇമേജ് തകരും.
താങ്ക്സ്. ഈ ഉപകാരം ഞാൻ ഒരിക്കലും മറക്കില്ല. നീ ഏക്കാത്തതും ഏറ്റതുപോലെയല്ല. വാ, വണ്ടി കയറി നമുക്ക് ഒഴിച്ചു. വാ. ഫോട്ടോ ഉണ്ടോ കയ്യില്? ഉണ്ട്. ആഹാ, എന്തൊരു സുന്ദരൻ, നല്ല മുഖശ്രീ. എടോ തന്റെ അല്ല, ആ പെണ്ണിന്റെ. ഓ അത് ശരി, ഇതൊന്ന് പെറ്റതാണോ? എടോ കൊച്ചിന്റെ അല്ല, തള്ളയുടെ. ഇത് അഞ്ജുവിന്റെ കൊച്ചിലെ ഉള്ളതാ. ധൃതിയില്ല, ഇപ്പൊ ഉള്ള എടുക്കാൻ മറന്നുപോയി. ഈ 5 മണിക്ക് അമ്പലത്തിൽ വരും എന്നുള്ളത് ഉറപ്പാണോ? ഉറപ്പാ. ലോകത്ത് എവിടെ ആയാലും വൈകിട്ട് അമ്പലത്തിൽ വന്നിരിക്കും. പക്ഷേ ചിലപ്പോ കൂടെ ആന്റിയും കാണും. ആ അഡ്രസ്സിംഗ് എടുക്ക്. നമ്പർ 10B, ഗാന്ധി സ്ട്രീറ്റ്, 3rd ക്രോസ് റോഡ്, ബാംഗ്ലൂർ. സാധാരണ എന്ത് വേഷം? എനിക്ക് ഈ വേഷമാ ഇഷ്ടം. എടോ തന്റെ അല്ല, പെണ്ണിന്റെ എന്താ വേഷം? ആ അഞ്ജുവിന് സാരി അലർജിയാ. അയ്യേ, ചുരിദാർ ഇടും. ആ താൻ വിളിച്ചാല് അവള് വരുമോ? വരും. വന്നില്ലെങ്കിൽ എനിക്ക് ബലം പ്രയോഗിക്കേണ്ടി വരും. മനസ്സിലായില്ലേ? അതാണ് പ്രിൻസ്. ഇതാ വീട്. ഞാനേ ഈ സൈഡിലോട്ട് മാറ്റി നിർത്താം, എന്നിട്ട് നമുക്ക് തീരുമാനിക്കാം എന്താണ് വേണ്ടത്. ഇതാണല്ലോ വീട്. അതെ അതെ. അവസാനം മാറിപ്പോരുത്. 5 മണിക്ക് ഇറങ്ങൂ. ഓ ഇറങ്ങും. അയ്യോ ആന്റി. അല്ല പ്രിൻസേ, പണ്ട് രാവണൻ ചേട്ടൻ തട്ടിക്കൊണ്ടു പോയപ്പോ സീത കരഞ്ഞതുപോലെ അഞ്ജു എങ്ങാനും കരഞ്ഞാൽ? അതിന് സമാധാനിപ്പിക്കാൻ ഹനുമാനുണ്ടല്ലോ. ഇവനെന്റെ ബന്ധുവല്ലേ? ഇവനല്ല പറഞ്ഞത്, നിന്നെ. അതെനിക്ക് ആ, അത് ശരി. ഞാൻ ചുമ്മാ പറഞ്ഞില്ല. അഞ്ജു നിലവിളിക്കുമെന്നാ എന്റെ പേടി. അതിനൊക്കെ ഞാൻ വഴി കണ്ടിട്ടുണ്ട്. ഇത് കണ്ടോ? ഇത് പഞ്ഞല്ലേ? ക്ലോറോഫോം. ഇതെന്താ? ഇതേക്കോ? ഇതിന്ന് ഒരു തുള്ളി എടുത്ത് മൂക്കി മണപ്പിച്ചാ മതി. ഡിം. ശശിവാ, ഇങ്ങോട്ട് വാ. ഇതൊക്കെ നമ്മൾ ആദ്യമായിട്ട് ചെയ്യാവുന്നതാണ്. അവിടെ വളരെ planned ആയിട്ടുള്ള action ആയിരിക്കും. ഒരാൾ വലിക്കും, ഒരാൾ പുറത്തേക്കും. ആ പെണ്ണ് അയ്യോ, ഇവന് ഈ ക്ലോറോഫോം എടുത്ത് മണപ്പിച്ചു. അയ്യോ, ഇതെടുത്ത് മണപ്പിച്ചു കളഞ്ഞു. ഇനിയിപ്പോ എന്താ ചെയ്യാ? പോലീസിനെ വിളിക്കണം. നീ അകത്ത് പോയി. എന്തോന്നറിയാ അവൻ കാണിച്ചു? എല്ലാം കുളമായില്ലേ? നമുക്ക് ഏതെങ്കിലും ആശുപത്രി കൊണ്ടുപോയി ബോധം തെളിയാനുള്ള മരുന്ന് കൊടുത്താലോ? ആ സമയത്ത് ആ പെണ്ണങ്ങ് പോയാലോ? അത് ശരിയാണല്ലോ. ഇനി എന്ത് ചെയ്യും? ആ പട്ടി അവനെയാ. അഞ്ജു, മോളെ, ആ മ്യൂസിയത്തിന്റെ സൈഡിലൂടെ പോയാൽ മതി കേട്ടോ. അത് തന്നെ അതായിരിക്കും അല്ലേ? ആണോ? ചോദിച്ചോക്കാലോ. വണ്ടി കേരള. അഞ്ജു അല്ലേ? അല്ലേ? അതെ, നിങ്ങളാരാ? മനസ്സിലായില്ലല്ലോ. ഞങ്ങൾക്ക് മനസ്സിലായി. അമ്പലത്തിലേക്കല്ലേ? അല്ലേ? ആ കയറി, ഞങ്ങൾ ഡ്രോപ്പ് ചെയ്യാം. വേണ്ട, ഞാൻ നടന്നു പോയിക്കൊള്ളാം. അയ്യോ അങ്ങനെയല്ല, വണ്ടിക്കകത്ത് പവിയുണ്ടോ? പവി. കവിയോ? കവിയല്ല, പവി. എന്ത് പറഞ്ഞാലും ഇപ്പൊ ആ കുട്ടിക്ക് മനസ്സിലാവില്ല. പവയുണ്ട്, ആന്റി ആയിട്ടുള്ള പ്രശ്നങ്ങളൊക്കെ ഞങ്ങൾക്ക് വണ്ടി കയറി. നിങ്ങൾക്ക് എന്താ വട്ടുണ്ടോ? വട്ടാ? ക്ലോറോഫോം.
എടാ നാണമില്ലടാ നിനക്ക് പെണ്ണുങ്ങളുടെ ബാഗ് തുറന്നു വേണം. പടാ നീ പോയി അവനെ വിളിച്ചെണീപ്പിക്കാം വാ വിളിച്ചോണ്ട് പാടാ അവനെ വിളിച്ചോണ്ട് പാടാ അല്പം കഴിഞ്ഞ് വിളിക്കാം. ക്ലോറോഫോമിന്റെ എഫക്റ്റിൽ കിടന്നുറങ്ങാം. ഉറക്കമൊക്കെ അങ്ങ് ഊട്ടി ചെന്നിട്ട് ഇന്ന് വരെ എന്റെ കിടക്കയിൽ ഒരു പെണ്ണും കിടന്നിട്ടില്ല അറിയോ? ഈ കിടക്കയില് അപ്പൊ വേറെ കിടക്കയില് ഒരു കിടക്കയിലും കിടന്നിട്ടില്ല. നിന്റെ ഭാഗ്യം, എനിക്കൊരു കിടക്കയില്ലാതായി. ഏറാടി പിള്ളേരും വരുന്നതിന് മുമ്പ് അവരെ ഇവിടുന്ന് കെട്ടുകെട്ടിക്കണം. ആദ്യം ഇവരെ കെട്ടിച്ചിട്ട് ഇവിടുന്ന് കെട്ടിക്കാം. ഈ കിഡ്നാപ്പിംഗ് നമുക്കൊരു വെഡിങ് ആക്കി മാറ്റാം. നീ ഒന്നും ആക്കണ്ട. അല്ല, എന്റെ മനസ്സിൽ ചിലത് തോന്നുന്നുണ്ട്. ഒന്നും തോന്നണ്ട. അല്ല പ്രിൻസേ, എനിക്കൊരു ഗ്രാൻഡ് ഐഡിയ തോന്നുന്നുണ്ട്. നീ ഇത് പിടിച്ചേ, ഞാനിപ്പോ വരാം. നീ ഇവിടെ പോന്നു? ഞാനിപ്പോ വരാം. ഞാനിപ്പോ വരാം. ഞാനിവിടെ ഒറ്റയ്ക്കായി പോവും. സോറി കുട്ടി, ഇതൊന്നും എനിക്ക് വേണ്ടിയല്ല, ഇതൊക്കെ നിങ്ങളുടെ ഭാവിക്ക് വേണ്ടിയാ. എന്നോട് ദേഷ്യം തോന്നരുത്. ഈ പവിത്രനൊരു അവരെ പറ്റി എനിക്കൊന്നും അറിഞ്ഞൂടാ. അഞ്ജു അഞ്ജു അവിടെ ഞാനൊന്ന് ഉറങ്ങിപ്പോയി. ഈ ലോകത്ത് ആരെങ്കിലും പ്രിൻസിനോട് ഒരു സഹായം ആവശ്യപ്പെട്ടാൽ അവരൊരിക്കലും നിരാശപ്പെടേണ്ടി വരില്ല പവിത്ര. അത് നിറവേറ്റി കൊടുത്തിട്ടേ പ്രിൻസ് വിശ്രമിക്കൂ. 5 മുറിയിലുണ്ട്. പരിഭവങ്ങളും പിണക്കങ്ങളും പറഞ്ഞു തീർക്കാൻ അവൾ മുറി കാത്തിരിക്കുക. പിന്നെ അല്പം ബലം പ്രയോഗിക്കേണ്ടി വന്നു. അത് സദാശിവൻ ഒപ്പിച്ചതാ. സാരമില്ല, ഒന്ന് വിളിച്ചാൽ മതി. ചെറിയൊരു മയക്കം, അത്രേ ഉള്ളൂ. ഉണരുമ്പോ അവൾ നിന്റെ സുന്ദരമായ മുഖം തന്നെ ഒന്ന് കാട്ടുവാ. പ്രിൻസേട്ടൻ ചെയ്തെന്ന ഉപകാരം ജീവിതത്തിൽ ഒരിക്കലും ഞാനും അഞ്ജും മറക്കില്ല. ഒരു വലിയ മനസ്സിന്റെ ഉടമയാണ് പ്രിൻസേട്ടൻ. നന്ദിയൊന്നും വേണ്ട. ഇന്ന് രാത്രി തന്നെ നിങ്ങളുടെ കല്യാണം നടത്തണം. എന്നിട്ട് രാത്രി വണ്ടിക്ക് 2 ടിക്കറ്റുമായിട്ട് സദാശിവം വരും. അതുവരെ നിനക്ക് അവളോടോ അവൾക്ക് നിന്നോട് എന്തെങ്കിലുമൊക്കെ പറയാണ്ട് പോയി പറ. അയ്യോ പ്രിൻസേട്ടൻ, ഞാൻ ഒറ്റയ്ക്ക്. അയ്യോ പ്രിൻസേട്ടൻ കൂടെ വാ. നിന്ന് പോടാ, കയറി ചെറുക്കാതെ. ഞാൻ ഒറ്റയ്ക്കാ. അഞ്ജു 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 എന്താ എന്താ പറ്റി? അഞ്ചു ഉണർന്നില്ലേ? ഉണർത്തണ്ട, ഞാൻ വിളിക്കാം. എടാ ഉറങ്ങുന്ന ആൾക്കാരെ വിളിച്ചോളാം. ഇതെന്റെ അഞ്ജു അല്ല, നിങ്ങൾക്ക് ആള് പറ്റിയതാ. എടാ നീ പച്ചവെള്ളം ഒഴിച്ച് ആദ്യം നിന്റെ മുഖം കഴുക്. നീ നോർമൽ അല്ല. ആ കെട്ടൊക്കെ ഒന്ന് മാറട്ടെ, എന്നിട്ട് സൂക്ഷിച്ച് നോക്ക്. ഞാൻ വിളിക്കാം. അയ്യോ എന്റെ പ്രിൻസേട്ടാ, ഇത് അവളല്ല. ഞാൻ പറയണ വിശ്വസിക്ക്. എനിക്ക് എന്റെ അഞ്ജുനെ കണ്ട തിരിച്ചറിയില്ലേ? അല്ല, ഇത് അവളല്ല, നിങ്ങൾക്ക് ആള് പറ്റിയതാ. ഇപ്പൊ അങ്ങനെയാ? എടാ കഷ്ടപ്പെട്ട് നിന്റെ പെണ്ണിനെ കിഡ്നാപ്പ് ചെയ്തോണ്ട് ഇവിടെ കിടത്തിയപ്പോ ഇപ്പൊ അഞ്ചു അല്ലെന്നോ? എന്റെ പ്രിൻസേട്ടാ, സത്യമായിട്ട് എന്റെ അഞ്ജു അല്ല. ഇത് ഉണരുന്നതിന് മുമ്പ് പിടിച്ചെടുത്ത് തന്നെ കൊണ്ടുപോയി കളയെ. ഇതാത്തരം പറഞ്ഞോ. എന്റെ തന്തയാണ് സത്യം, ഇത് എന്റെ അഞ്ജു അല്ല. പിന്നെ നീ പറഞ്ഞ സ്ട്രീറ്റ്, നീ പറഞ്ഞ വീട്, നീ പറഞ്ഞ ആന്റി, നീ പറഞ്ഞ ചുരിദാറ്, പിന്നെ പേരും ഉരുളല്ലേ. പ്രിൻസ് ഇത് കൊറേ കണ്ടതാ കേട്ടോ. എന്റെ പ്രിൻസേട്ടാ, ഇതെന്റെ അഞ്ജു അല്ല. ആ ആന്റിയുടെ വീട്ടിൽ ഇതുപോലെ കുറെ എണ്ണം ഉണ്ട്. പേയിങ് ഗസ്റ്റ് ആയിട്ട് താമസിക്കാൻ വന്ന ഏതെങ്കിലും ഒന്നായിരിക്കും. എന്തെങ്കിലും ആയാലും ഇപ്പൊ എന്താ കൊണ്ടുവയ്ക്കണം. വിളച്ചിട്ട് കാണിച്ച് ഇടിച്ച് നിന്റെ ഇളകി കളി കേട്ടോ. സദാശിവ, അവൻ നിന്നെ കൊണ്ടുവന്നപ്പോഴാ ഞാൻ വിചാരിച്ച നീ ഒരു തരികട പാർട്ടിയാണെന്ന്. എന്താ ഭാർക്കുട്ടി? ഞാൻ അടിച്ചു വരാൻ വന്നതാ. ഞാൻ അടിച്ചു വാരി. സുഖം തന്നെയല്ലേ? അത് പിന്നെ കുഞ്ഞിനെ അറിഞ്ഞൂടെ? അയ്യോ, സിനിമയ്ക്ക് പോയി ഏറാടിയും കുട്ടികളെയും കണ്ടില്ലല്ലോ. അതാണ് അവരെ പോയി കിടക്കുന്നു. ഇതാര്? എന്താ ഉണ്ണിയൊരു ചുറ്റിക്കളി? ബാത്റൂമിൽ പോണം. ബാത്റൂം ഞാൻ വെറും മണക്കൂസാണെന്ന് നീ വിചാരിച്ചോ? ഓടുന്ന കോഴിക്ക് 1 മുഴം പിമ്പെ എറിയുന്നവനാണ് ഈ സദാശിവൻ. ദാ ഇത് കണ്ടോ, ചൂടുള്ള സായാഹ്ന പത്രത്തിൽ ചൂടുള്ള വാർത്ത. അഞ്ജുവും പവിയും ഒന്നായി. ഞാൻ ഒപ്പിച്ചു. എന്തൊരു ചേർച്ച! ഇതുവരെ എഴുന്നേറ്റില്ലേ? പവി മോളെ എഴുന്നേറ്റേ. ഇനി ലോകത്തൊരു ശക്തിക്ക് നിങ്ങൾ പിരിക്കാനാവില്ല. ഞാനെല്ലാം പരസ്യമാക്കി കഴിഞ്ഞു. ഇത് നോക്കിയേ, മാല, ബൊക്കെ, വിളക്ക്, എന്റെ വക ഒരു പ്രസന്റേഷൻ. സൂപ്പർ ബ്രെയിൻ എന്ന് പറയുന്ന ഇത് ഈ തമാശക്ക് അടിച്ചാണോ? എന്റെ പല്ല് പോടാ പുല്ലേ എടുത്തോണ്ട് പോടാ ഇവിടെ ഇവിടുന്ന്. എന്തിന്? ഇവിടെ നമുക്ക് ആള് മാറി. ഇത് അഞ്ചു കിച്ചൊന്നുമല്ല, വേറെ ഏതാ പെണ്ണ പവിത്രം മുങ്ങി. സദാശിവ, ഞാൻ സെൻട്രൽ ജയിലിലേക്ക് പോവുക. നേരിട്ട് സറണ്ടർ ആയ ശിക്ഷ കുറഞ്ഞിരിക്കുക. നീ വാ, ഞാൻ ഇവിടെ കിടന്നോളാം. സദാശിവ, എനിക്ക് തലകറക്കം പോലെ ഇനി വല്ലതും കഴിച്ചിട്ട് കിടന്നുറങ്ങണം.
എങ്ങനെയുണ്ട് ഏറാടി സിനിമ? കാലക്കി. എന്ത് കലക്കാൻ കൂർക്കം വെച്ച് ഉറങ്ങായിരുന്നില്ലേ? നീ എവിടെ പോന്നു? എന്റെ ഫാൻറ്റും കൊച്ചച്ഛന്റെ കട്ടിൽ കിടക്കുക. ഫാൻറ്റോ? ആ ഞാനേ കിടക്കയുടെ ഇടയിൽ ഫാൻറ്റ് ഒളിപ്പിച്ച് വെച്ചിരിക്കാ. ആ ഫാൻറ്റ് നമ്മുടെ കിടക്കട്ടെ. അതിന്റെ മുകളിൽ വേറൊരു ഫാനും കിടന്ന് നിറമുണ്ട്. നാളെ എടുക്കേ. എല്ലാരും പോയി കിടന്നിറങ്ങ. പാലക്കുട്ടി എല്ലാരും താഴെയാണ് കിടക്കുന്നത്. പോ പോ പോ. നീ ഇവിടെ പോന്നു. ഞാൻ പോയിട്ട് പറ്റില്ല പറ്റില്ല. നിന്നോട് കാലെടുത്ത് കുത്തരുന്ന് ഞാൻ പറഞ്ഞിട്ടില്ലേ? ഞാൻ ഇവിടെ നിൽക്കുന്ന ഏറാടി മാമന് ഇഷ്ടമല്ല. കണ്ട യവനുമായിട്ടുള്ള സഹവാസവും കൂട്ടുകെട്ടും ഏറാടി എന്താണെന്നറിയോ? അത് ശരിയാ. അതാണ്. അത് പറഞ്ഞു തന്നാലേ ഏറാടിക്ക് മനസ്സിലാവൂ. ഇപ്പോഴേ ഇവിടെ കൊണ്ടിടേണ്ട കാര്യമില്ല. ഇവിടെ ഉപേക്ഷിക്കാൻ പറ്റില്ല. ഇത് സിമിറ്റേരിയ. അപ്പൊ സൗകര്യമായില്ല. അയ്യോ വേണ്ട. പ്രേതങ്ങൾ വല്ലതും വന്ന് ഇവളെ കൊന്നിട്ട് പോയാൽ പോലീസിനടുത്ത് നമ്മൾ സമാധാനം പറയേണ്ടി വരും. പിന്നെന്ത് ചെയ്യും? ഒന്ന് ചെയ്താലോ? ഇവളെ ഇതിനകത്ത് തന്നെ ഇരുത്തിയിട്ട് നമുക്ക് ഈ വാൻ ഉപേക്ഷിച്ച് മുങ്ങിയാലോ? അത് കൊള്ളാം. ഒറ്റ അടി വെച്ചാൽ നടക്കാൻ വേണ്ടിയില്ല. ഐഡിയ കൊണ്ടുവന്നിരിക്കുന്നു. എന്റെ വെള്ളമടി കൂടുന്നുണ്ട്. നാക്ക് കുഴഞ്ഞു തുടങ്ങി. വേറെ എവിടെ കുഴയണം? എങ്ങനെയുണ്ട് സ്ഥലം? നല്ല ബെസ്റ്റ് സ്ഥലം. പ്രായപൂർത്തിയായ ഒരു പെണ്ണിനെ ഉപേക്ഷിക്കാൻ പറ്റിയ സ്ഥലം. ആരും ഇല്ലാത്തൊരു പാർക്ക്, വിശാലമായ ഒരു ബെഞ്ച്. കൊള്ളാം. സേഫ്റ്റിയുടെ പ്രോബ്ലം ഒരു പ്രോബ്ലം ഇല്ല. നീ ഒരു കാര്യം ചെയ്താൽ മതി. അപ്പൊ നീയോ? ഞാൻ എന്റെ പാട്ട് പോവും. നീ സെന്റിമെന്റ്സ് ഒന്ന് കഴിയാൻ പൊക്കെടുത്ത് അവിടെ കിടന്നത് അവിടെ. എന്തൊരു വെയിറ്റ്. അല്ല പ്രിൻസേ, ഭയങ്കര തണുപ്പ്. അതല്ല, ആ കുട്ടി നേരം വെളുക്കുമ്പോ തണുത്ത് വിറച്ച് ഒരു പരുവത്തിലായി പോവും. എന്റെ കോട്ട് വിട്ട് അതാണ് പ്രിൻസ്. എടാ വലത്തെ കയറുത്, ഇടത്തെ കയറ, വലത്തെ കയറി വലത്തെ. നീ ബട്ടിട്ട് ഓറം നോക്കണം. വാ 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 വാ. കുറച്ചുകൂടെ ക്ലോറോഫോം എടുത്ത് മണപ്പിച്ചാലോ? വേണ്ടല്ലേ? വേണ്ട. പ്രിൻസ് MP വിളിച്ചു പറയുന്നു, MP മിനിസ്റ്റർ വിളിച്ചു പറയുന്നു. അങ്ങനെ ഞാൻ ഷൈൻ ചെയ്യുന്നു. മൊത്തത്തിൽ ശുക്രദശ. എവിടെ പ്രിൻസേ? പ്രിൻസേ, ഒരു അത്യാവശ്യ കാര്യമുണ്ട്. നാട്ടിൽ നിന്ന് എന്റെ ഒരു ഫ്രണ്ട് വന്നിട്ടുണ്ട്. അവന്റെ ഒരു കാര്യത്തിന് നിന്റെ ഹെൽപ്പ് വേണം. ഞാനും നിന്നെ കാണാൻ കാത്തിരിക്കായിരുന്നു. ആണോ? ആദ്യം എനിക്ക് എന്തെങ്കിലും കഴിക്കണം. വല്ലാതെ വിശക്കുന്നു. ചൂടായിട്ട് എന്തുണ്ട്? ചൂടായിട്ട് ഹലോ. സ്വന്തം സുഹൃത്തിനെ അടി ഒന്നിനൊരു പരിഹാരമല്ല. ഞാൻ കള്ള മരുന്ന് കുടിച്ചിരിക്കുകയാണ്. വേണ്ട വേണ്ട, എന്നെ അടിക്കാനില്ലേ? അടിക്കാനില്ലേ? എന്താ? എല്ലാത്തിനും കാരണം ഈ തെണ്ടി നാരയുടെ കൂട്ടുകാരന്റെ കാമുകയാണെന്ന് കരുതിയാ തട്ടിക്കൊണ്ടുവന്ന്. ഒന്നും മനഃപൂർവ്വമല്ല. ചെല്ലേ, കുട്ടി പോയി ഇവന്റെ കൂടെ താമസിക്കേ. വിളിച്ചോണ്ട് പോരാ അവളെ. വിധിയുടെ ക്രൂരമായ വിളയാട്ടത്തിൽ നമുക്ക് കഴിഞ്ഞെല്ലാം മറക്കാം. ഇതെങ്ങനെ മറക്കും? ഈ ചെറ്റ് തരമൊക്കെ കാണിച്ച് ഇവന്റെ ഒരു കോംപ്ലിമെന്റ്. കൊച്ചു അധികം സമയം കളാതെ ഇവന്റെ കൂടെ ഇറങ്ങിപ്പോ. നമുക്ക് പത്രത്തിൽ ഒരു തിരുത്തു കൊടുത്താലോ? പത്രത്തിൽ ഒരു തിരുത്തുകൊണ്ട് മാത്രം തിരുത്തപ്പെടാവുന്ന തെറ്റല്ല നിങ്ങൾ രണ്ടുപേരും ചെയ്തത്. നിങ്ങളല്ല, ഇവൻ, ഈ മരങ്കോടൻ. 2 ആഴ്ച മുമ്പ് നിശ്ചയിച്ച് ഉറപ്പിച്ച എന്റെ കല്യാണം ഇതുകൊണ്ട് തെറ്റിപ്പിരിഞ്ഞു. അറിയോ? നാട്ടുകാരുടെ മുന്നിൽ ഞങ്ങളുടെ കുടുംബത്തിന്റെ പേര് ചീത്തയായി. ഈ ബാംഗ്ലൂരിൽ വളരെ കഷ്ടപ്പെട്ട ഞാൻ താമസിക്കുന്ന സ്ഥലം കണ്ടെത്തിയത്. അവർ തന്നെ ഇറക്കി വിട്ടു. പത്രത്തിൽ ഒരു തിരുത്തുകൊണ്ട് ഇതൊക്കെ തിരിച്ചു തരാൻ പറ്റും നിങ്ങൾക്ക്? 15-ാം തീയതി എന്നെ കൊണ്ടുപോകാൻ എന്റെ ഡാഡി വരും. തമിഴ്നാട് കാഡറിലുള്ള ഒരു IPS ഓഫീസർ എന്റെ ഡാഡി. ഡിപ്പാർട്ട്മെന്റിലെ ഒരു സ്പെഷ്യൽ ട്രെയിനിങ് വേണ്ടിയാണ് ഡൽഹി പോയിരിക്കുന്നത്. അദ്ദേഹം മടങ്ങി വന്നിട്ട് വേണം എനിക്ക് കോർട്ടിൽ കേസ് ഫയൽ ചെയ്യാൻ. അതുവരെ നിങ്ങൾ എന്നെ സഹിച്ചേ പറ്റൂ. ഡാഡി പറഞ്ഞാൽ ചിലപ്പോ ജീവിതം മുഴുവനും. പ്രിൻസേ, പ്രിൻസേ, എവിടെ പോയാ അവളെ കൂട്ടിക്കൊണ്ടുവന്നത്?
ബലാത്സംഗം ചെയ്ത ചെറുപ്പക്കാരനെ യുവതി കുത്തിക്കൊന്നു. ഇവനെയൊന്നും കുത്തിക്കൊന്നാ പോരാ. വിധിയായി മാനന്തവാടി. ക്ലോറോഫോം കൊടുത്ത് മയക്കി മാനഭംഗപ്പെടുത്തിയ കേസിൽ 2 ചെറുപ്പക്കാരെ ജീവപര്യന്തം ശിക്ഷിച്ചുകൊണ്ട് സെഷൻസ് കോടതി ഉത്തരവായിരിക്കുന്നു. ಅಂಗಡಿಯಲ್ಲಿ ಯಾರು ಇಲ್ವೋ? ಏನು ಬೇಕು? 1 ಕಿಲೋ ಕೋಳಿ ಬೇಕು. ಡೇ ಡೇ 1 ಕಿಲೋ. പുതിയ അഡ്ജസ്റ്റ്മെന്റ്. എന്തൊക്കെ പറഞ്ഞാൽ ഈ തെണ്ടിക്ക് ബുദ്ധിയുണ്ട്. 1 കിലോ. ഈ കടയും തുറന്നിട്ടിട്ട് ഈ കഴുത എവിടെ പോയിരിക്കുന്നു? കഴുതവിന്റെ മറ്റാനോ? നീ എന്തിനു ഇതിനകത്ത് കയറിയിരിക്കുന്നത്? പുറത്ത് ഭയങ്കര ചൂടായോണ്ട് ഒന്ന് തണുക്കാൻ വേണ്ടി. എന്താ കിടിക്കാനുള്ള? പോയടാ പോയി. ആര്? IPS കാരന്റെ മോളെ പുല്ലുപോലെ ഞാൻ പറഞ്ഞയച്ചു. ഇനി നിന്റെ കർണത്തിട്ട് നന്നായിട്ടൊന്ന് പൊട്ടിക്കൂടെ ചെയ്താ എനിക്ക് സന്തോഷമായി. നീ തന്നെ ഇത് എന്നോട് പറയണം. എടാ, കുട്ടിക്കാലത്ത് നിന്റെ അമ്മയുടെ മടിയിൽ ഞാനും എന്റെ അമ്മയുടെ മടിയിൽ നീയും ഒരുമിച്ച് ഒരേ ട്രെയിനിൽ യാത്ര ചെയ്തോണ്ടിരിക്കുമ്പോഴാണ് നമ്മൾ ആദ്യമായിട്ട് പരിചയപ്പെടുന്നത്. അത് മറക്കരുത്. ഇനി ഇങ്ങനെ മുന്നോട്ട് പോവാണെങ്കിൽ ഒരേ ട്രെയിനിന്റെ അടിയിൽ വെച്ചാവും അവസാനമായി നമ്മൾ കണ്ടുമുട്ടുന്നത്. നിന്റെ ഓരോ മണ്ടത്തരങ്ങൾ കൊണ്ട് പ്രശ്നങ്ങൾ ഉണ്ടാകുന്നു. എന്റെ ബുദ്ധിമുട്ട് ഞാൻ സോൾവ് ചെയ്തു. എന്ത് നോക്ക്. അങ്ങോട്ട് നോക്ക്. എന്നെ അവരവിടുന്ന് ഇറക്കി വിട്ടു. എടാ അവള് വീണ്ടും വന്നു. നിന്റെ മണ്ടത്തരം കൊണ്ടാ ഇപ്പൊ ഈ പ്രശ്നം ഉണ്ടായത്. ഇനി എന്റെ ബുദ്ധി കൊണ്ട് ഞാനിത് സോൾവ് ചെയ്യും. പോയാ? നിനക്ക് മതിയായില്ലേ? മതിയായില്ല. ലോകത്തൊരു പെണ്ണും നിന്റെ അത്ര ദുഷ്ടമല്ല. ചുമ്മാ അല്ല നിന്റെ വീട്ടിൽ നിന്ന് അടിച്ചിറക്കുന്നത്. ഇനി വെറും 10 ദിവസം കൂടെ സഹിച്ചാ പോരെ? അത് കഴിഞ്ഞാൽ നമുക്ക് ഇത് ശീലമായിക്കോളും. ഓടാ തെണ്ടി. എല്ലാരെയും കൊണ്ട് നന്നായി വരുന്നെന്ന് പറയിപ്പിക്കാൻ ഞാൻ എത്രമാത്രം പാടുപെട്ടെന്നറിയോ? ഇപ്പൊ എല്ലാം പോയില്ലേ? നിന്റെ നഷ്ടപ്പെട്ട ഇമേജ് വീണ്ടെടുക്കാൻ ഞാൻ സഹായിക്കാം ഫ്രണ്ട്സ്. ഇനി നിന്നെ കല്യാണം കഴിക്കാൻ പോയ ചെറുക്കനുണ്ടല്ലോ, അവൻ ഭാഗ്യം ചെയ്തവനാ. 15-ാം തീയതി അല്ല 1015-ാം തീയതി കഴിഞ്ഞാലും നിന്റെ ഡാഡി തിരിച്ചു വരില്ല, അറിയോ? നീ ഇങ്ങനെ ഇമോഷണൽ ആകാതെ പ്രിൻസ്. അവളെ ഇവിടുന്ന് എന്നേക്കുമായി അടിച്ചിറക്കണം. അത്രയല്ലേ ഉള്ളൂ. വഴിയുണ്ട്. എന്ത് വഴി? നീ തന്നെ പറ. വേറെ വഴിയുണ്ട്. വഴിയുണ്ട്. ഏകാന്തതയുടെ അപാരതീരം, ഏകാന്തതയുടെ അപാരതീരം.
ആദിമ ಗುಂಡರಾವ್ ನೀ ಅಂಗಡಿ ನೋಡ್ಕೊಳ್ಳಿ, ನಾನೀಗ ಬರ್ತಾನೆ. ಪ್ರಿನ್ಸೆ 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 എന്താ എന്താ അവളുടെ കാർ ഇവിടെ കാണുന്നില്ലല്ലോ. അഞ്ജു 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 ഗുഡ് ബൈ പ്രിൻസ്. രണ്ടാം ചരമവാർഷികം. ജനനം 31/3/72, മരണം 23/4/90.